നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തൊരു വീഡിയോ ആണ്. കാര്യം ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, മാം എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ ഈ ഒരു ഓൾമോസ്റ്റ് യൂട്യൂബ് ആവാം, കോച്ചിങ് ആവാം, ബുക്ക് ആവാം, പല പല കാര്യങ്ങൾ ചെയ്യണ ലെവലിലേക്ക് വന്നതിന് എന്നെ സഹായിച്ച ഒരു 6 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്ത ഒരു 6 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദി. കാര്യം ഓരോ ദിവസവും ഈ യൂട്യൂബ് ഫാമിലിയുടെ കൂടെ വന്നിട്ട് എല്ലാ ദിവസവും എൻ്റെ ലൈഫിലെ അച്ചീവ്മെന്റ്സ് ആവാം, ഓരോ കാര്യങ്ങളും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് നൽകുന്ന ആ സ്നേഹത്തിന്, സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ച 10,000-ലധികം ആളുകളെ അവരുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്ത ആ ഒരു അത്ഭുതകരമായിട്ടുള്ള ആ ഒരു മിറക്കിൾ റുട്ടീനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ നേരിടുന്നത്. കാര്യം എന്താണെന്നറിയാമോ? ഈ ഒരു റുട്ടീൻ എൻ്റെ ലൈഫിൽ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പം 5 വർഷമായുള്ളൂ. അതിനു മുമ്പ് വരെ വളരെ വൈകി എണീക്കുന്ന ഒരാളായിരുന്നു. ഈ ഒരു കോവിഡ് പാൻഡമിക്കിലാണ് രാവിലെ എണീക്കാനും ഏറ്റവും നല്ല രീതിയിലേക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണ ലെവലിലേക്കുള്ള ഒരു മാറ്റം, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണ ലെവലിലേക്കുള്ള ഒരു ശീലമൊക്കെ എൻ്റെ ലൈഫിൽ വന്നത്. ഞാൻ ഒരിക്കലും ഇത്ര അധികം കാര്യങ്ങൾ ചെയ്യണ ലെവലിലേക്ക് ചെയ്യണ ഒരാളേ ആയിരുന്നില്ല. അതിൽ നിന്ന് മാറിയിട്ട് രാവിലെ എണീക്കാനും എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണ ലെവലിലേക്കുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു വ്യത്യാസം ലൈഫിൽ കൊണ്ടുവരാൻ പറ്റിയത്. അപ്പൊ ഞാൻ വീഡിയോയിലേക്ക് പൊക്കോട്ടെ. അപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാർക്ക് എൻ്റെ ക്ലാസ്സുകളിൽ വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു കാര്യം ചെയ്യാം. 1 മാസം ആദ്യം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ വരാം. 1 മന്തിൽ വന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ ടീച്ചിങ്സ് നിങ്ങളുടെ ലൈഫിൽ അത്രയും മാറ്റം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ക്ലാസ്സാണ് മാനിഫെസ്റ്റ് മിറക്കിൾസ് എന്നുള്ളൊരു ക്ലാസ്. 1 മന്താണ്. അതാണ് നമ്മുടെ എൻട്രി ലെവൽ പ്രോഗ്രാം. എവറി ഡേ 9 to 9:30 ആയിട്ട് മൺഡേ ടു തേഴ്സ്ഡേ ആയിട്ടാണ് അത് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. 1 മാസം ആണ് നമ്മളുടെ ആ ഒരു കാലാവധി വന്നത്. ഒരു 17 to 18 ക്ലാസ്സുകൾ 9 to 9:30 ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ ബോണസുകളായിട്ട് എഗെയിൻ ഒരു 8 ദിവസത്തെ ക്ലാസ്സും കൂടിയുള്ള രീതിയിലാണ് അത് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. 1 മാസം നിങ്ങൾക്ക് എൻ്റെ കൂടെ പഠിക്കാവുന്ന രീതിയിൽ. അപ്പം നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ മാനേജറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അവരുടെ നമ്പർ വരുന്നത് 9961005116 ആണ്. ഇതിൻ്റെ അകത്ത് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, 1-to-1s വേണം, നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ ഇതിലുള്ളൊരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് പേഴ്സണൽ 1-to-1s ഒക്കെ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം. പലപ്പോഴും ആളുകളെ സംബന്ധിച്ച് ജീവിതത്തിൽ വിജയിക്കണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും വിജയിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം എന്തുകൊണ്ട് ഞാനത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഏതൊരു മനുഷ്യനും വിജയിക്കാൻ കഴിയുന്ന മനുഷ്യനായിട്ട് മാറുമ്പോൾ അവരെ തേടി വിജയത്വം ചെയ്യണേ. അപ്പൊ നമ്മളാണ് നമ്മളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ അത് ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതം മാറുക ചെയ്യണേ. അപ്പൊ നമ്മൾക്ക് റോബിൻ ശർമ്മയുടെ ഒരു വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ, കൂടുതൽ മെച്ചപ്പെടേണ്ട നമ്മളുടെ സ്ഥലങ്ങൾ ഏതാണ് അല്ലെങ്കിൽ മേഖലകൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ ദിവസവും അതിലേക്ക് നമ്മളുടെ ഒരു ആക്ടിവിറ്റീസ് ചെയ്യുവാണെങ്കിൽ, തുടർച്ചയായിട്ട് നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലൈഫ് എന്തായിട്ട് മാറും? മിറക്കിളായിട്ട് മാറും. അതാണ് റോബിൻ ശർമ്മ പറയുക. റോബിൻ ശർമ്മേൻ്റെ 5 AM ക്ലബും ശരിക്കും മിറക്കിൾ മോർണിംഗ് റുട്ടീനുമാണ് എൻ്റെ ലൈഫിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് സേവേഴ്സ് റൂട്ടീനെ പറ്റിയാണ്. എൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച
ഒരു 10,000 ആൾക്കാർ എൻ്റെ വർക്ക്ഷോപ്പിൽ ഈ ഒരു മിറക്കിൾ മോർണിംഗ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 50 ബാച്ചെങ്കിലും ചെയ്തിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് എല്ലാവരെയും വിളിച്ചെണീപ്പിച്ചിട്ട്. അപ്പൊ ഇതിൽ വന്നേക്കുന്ന ആളുകൾ ഒത്തിരി ഡിപ്രഷനിൽ വന്നേക്കുന്നവര്, സൈക്യാട്രിക്കലായിട്ട് ഒത്തിരി മെഡിസിൻ കഴിക്കുന്ന ആൾക്കാര്, ബിസിനസ്സിൽ പരാജയപ്പെട്ട ആൾക്കാര്, ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ ലേസി ആയിട്ടിരുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ആൾക്കാർ എൻ്റെ ക്ലാസ്സുകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ക്ലാസ്സിൽ വരികയും അവരവരുടെ ലൈഫിന്റെ പർപ്പസ് ഐഡന്റിഫൈ ചെയ്യുകയും അവർ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിലേക്ക് അവർ മാറുകയൊക്കെ ചെയ്തപ്പോൾ അവരുടെ ലൈഫിൽ അവര് തന്നെ അത്ഭുതപ്പെടുന്ന ലെവലിലേക്കുള്ള മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റുട്ടീനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. ഈ റുട്ടീന്റെ പേരാണ് സേവേഴ്സ് റുട്ടീൻ. അപ്പൊ ഈ ഒരു സേവേഴ്സ് റുട്ടീനിൽ ആദ്യത്തെ എസ് എന്ന് പറയുന്നത് സൈലൻസ് ആണ്. പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എൻ്റെ ഒരു കാര്യം കേട്ടോ, എനിക്ക് അങ്ങനെ സൈലൻസ് ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. എപ്പോഴും തിരക്കായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു കോവിഡ് പാൻഡമിക്കിലാണ് ഇങ്ങനെ തനിച്ചിരിക്കാനും, പണ്ട് തനിച്ചിരിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ഞാൻ എനിക്കൊരു 1 hour എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാനും, നേരത്തെ എണീക്കാനും, എന്നെ ഒന്ന് മനസ്സിലാക്കാനും ഒക്കെ ഞാൻ തുടങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ ലൈഫിൽ ഒത്തിരി വ്യത്യാസം വന്നു. അപ്പൊ ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 4 മണിക്ക് എണീക്കുന്ന ലെവലിലേക്കാണ് ആദ്യം മാറിയത്. അപ്പൊ ആ ഒരു മാറിയിട്ട് എവറി ഡേ ഞാൻ ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഞാൻ ക്രിസ്ത്യനാണ്. അപ്പൊ എല്ലാ ദിവസവും രാവിലെ പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും. അപ്പൊ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസും ഗ്രാറ്റിറ്റ്യൂഡും ആണ് ഞാൻ ആദ്യം ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രാക്ടീസ് ശരിക്കും, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രെയർ ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് മാത്രം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒന്ന് സൈലൻസിൽ ഇരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ്, മനസ്സിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് അത് അങ്ങ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമുക്ക് ദൈവം തന്നെ അനുഗ്രഹമാണ് ആ ദിവസം കാണാൻ പറ്റണത്. ഒത്തിരി ആൾക്കാർക്ക് അത് കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തിട്ട് ഒരു കുറച്ച് സമയം നിങ്ങളിങ്ങനെ സൈലൻസ് ഇരിക്കുക. ആ ഒരു സൈലൻസ് തന്നെ നിങ്ങൾക്ക് എന്താ അതിന്റെ ഗുണമെന്നറിയാമോ? നമ്മള് മൗനത്തിലിരിക്കുമ്പോൾ നമ്മളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മളുടെ ആ ഒരു ആത്മാവ് അതിന്റെ വഴി തെളിഞ്ഞ വെളിച്ചത്തിൽ കാണാനായിട്ടുള്ള ലെവലിലേക്ക് പറ്റും എന്നാണ് ശരിക്കും ആൾക്കാർ പറയാറുള്ളത്. അപ്പൊ നമ്മൾ സൈലൻസ് ഇരിക്കുമ്പോൾ എന്താ ഗുണം വെച്ചാൽ, നമ്മളുടെ ലൈഫിൽ ചതിക്കുഴി വീഴാതെ വളരെ പ്രൊഡക്റ്റീവായിട്ട് ജീവിതത്തെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കഴിവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈലൻസ് അല്ലെങ്കിൽ നിശബ്ദത നമുക്ക് തരുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ പല പ്രോബ്ലംസിനും സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു സൈലൻസ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളും അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് തനിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കമ്മ്യൂണിറ്റി വരാം, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ആ ഒരു എങ്ങനെ ആ പ്രാക്ടീസിൽ പോകാം എന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ കൂടെ പഠിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാര്യം, സൈലൻസ്. അപ്പൊ ഈ ഗാന്ധിജിയുടെയൊക്കെ ഓൾമോസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗാന്ധിജി അദ്ദേഹം ഒരു വർഷം ഒത്തിരി ബുക്കുകൾ വായിക്കായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പഠിച്ചിരുന്നത് 1 മണിക്കൂർ നിശബ്ദതയിൽ ഇരിക്കുമ്പോഴാണെന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഏതൊരു മനുഷ്യനും നിശബ്ദത, മനുഷ്യന്റെ ഒരു സൈലൻസ് ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ലൈഫിൽ ഒത്തിരി അധികം അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ സൈലൻസ് നമ്മളെ സഹായിക്കും. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സേവേഴ്സിൽ അഫർമേഷൻസ് ആണ്. പലപ്പോഴും പല മനുഷ്യരുടെയും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് എന്തുകൊണ്ട് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാല്, ചിലപ്പോൾ നമ്മളോട് തന്നെ പറയും നിനക്കൊരു വിലയില്ലാത്തവനാണ്, നിനക്ക് കഴിവില്ലാത്തവനാണ്. നമ്മളുടെ ഒരു സാഹചര്യങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ വരിക. അപ്പൊ നമ്മളുടെ സാഹചര്യത്തിൽ പണ്ട് മാതാപിതാക്കളോ ടീച്ചേഴ്സോ ഫ്രണ്ട്സോ ഒക്കെ നമ്മളെ മണ്ടനാണെന്നോ മടയനാണെന്നോ നിനക്ക് കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഫർമേഷൻസ് യൂസ് ചെയ്യാം. ഈ ഒരു അഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്നറിയാമോ? ആവർത്തിച്ച് നമ്മൾ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ നമ്മളുടെ ലൈഫിൽ ഒരു വിശ്വാസത്തിലേക്ക്, നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു അഫർമേഷൻസ് നമ്മളെ ഉറപ്പിക്കും. നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ഈ ഒരു പ്രാക്ടീസുകൾ നമ്മളെ സഹായിക്കും. ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഫർമേഷൻ ആണ്, ഐ എം കോൺഫിഡൻറ്റ്, ഐ എം ബ്യൂട്ടിഫുൾ, ഐ ക്യാൻ ക്രിയേറ്റ് മൈ ലൈഫ്, ഐ എം വെരി റെസ്പെക്ട്ഫുൾ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം.
എവിടെയാണ് നിങ്ങൾക്ക് സംശയമുള്ളത്? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഐ ആം കോൺഫിഡൻറ്റ്. നിങ്ങൾക്ക് ഭംഗിയില്ല എന്നുള്ളത് ഐ ആം ബ്യൂട്ടിഫുൾ. എന്താണോ നിങ്ങൾക്ക് ഐ ആം അമേസിങ്. അപ്പൊ ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വാക്കുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്കൊരു വീക്ക്നെസ് തോന്നുന്നത് അതിനെ ബലപ്പെടുത്തുന്ന ലെവലിലേക്കുള്ള അഫർമേഷൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് ആദ്യം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും. കാര്യം എന്താ അറിയുമോ, ഞാനിങ്ങനെ അല്ലല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷെ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും തോറും നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അതങ്ങ് ശീലാവും. അപ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് മാറാനായിട്ട് ഈ അഫർമേഷൻസ് പ്രാക്ടീസ് നമ്മളെ സഹായിക്കും. മൂന്നാമത്തെ കാര്യം വിഷ്വലൈസേഷൻ ആണ്. പലപ്പോഴും നമ്മൾക്ക് ഗോളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഗോളുകൾ പലപ്പോഴും പേടിയാണ് ആൾക്കാർക്ക്. കാര്യം എന്താ, പണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൊട്ടിപ്പോയിട്ടുണ്ടാവും, നമ്മൾക്ക് നടന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ഫയൽ പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു മടിയാവും. ഞാൻ ഇത്തവണ ചെയ്താൽ രക്ഷപ്പെടുവോ, എന്റെ കാര്യങ്ങൾ നന്നാവുമോ എന്നുള്ളൊരു ചിന്തയാണ് നമുക്കുള്ളത്. അപ്പൊ ഈ ഒരു ചിന്തകൾ നമ്മളെ ലൈഫിൽ എന്ത് സംഭവിക്കും? ഈ ചിന്തകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരും. ഒരു മനുഷ്യന് ഒരു ദിവസം 60,000 ചിന്തകളുമായിട്ട് കടന്നു പോണേ. അപ്പൊ ഈ ഒരു ചിന്തകൾ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് സംശയമാവും, എനിക്കിതൊക്കെ പറ്റുമോ, എനിക്ക് ഇങ്ങനെയൊന്നും പറ്റിയിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ഈ ഓൾമോസ്റ്റ് ഈ ഇത്രയും വലിയ ഉത്തരവാദിത്വം എടുക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ സംശയം തന്നെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് ആദ്യം നമ്മൾ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കും, ഗോൾ കാർഡൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ വിഷൻ ബോർഡ് നമ്മൾക്ക് കാണുമ്പോൾ എന്താ ഗുണം ഉണ്ടാവണേ? നമ്മളുടെ ബ്രെയിൻ ഏറ്റവും പെട്ടെന്ന് ഈ രൂപങ്ങളായിട്ടാവുമ്പോൾ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു വീട് വെക്കണമെങ്കിൽ ആ വീടിന്റെ ഒരു പടം, ഒരു കാറ് വേണമെന്നാണെങ്കിൽ ആ കാറിന്റെ പടം ഒട്ടിച്ചിട്ടൊരു ബോർഡൊക്കെ ഉണ്ടെങ്കിൽ, അതിപ്പോൾ ഡിജിറ്റൽ ബോർഡാവാം, ഈവൻ ഫിസിക്കൽ ബോർഡാവാം. അപ്പൊ ഏത് ബോർഡും ഉണ്ടെങ്കിലും നമ്മൾക്ക് മനസ്സിലാവും എനിക്ക് ഇതാ വേണ്ടത്. അപ്പൊ ഇതാണ് വേണ്ടതെന്ന് നമ്മളിങ്ങനെ ഓരോ തവണയും കാണുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഓരോ തവണയും നമ്മൾക്ക് ആ ഒരു എൻഡ് റിസൾട്ട് കിട്ടിയതായിട്ട് നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അകത്ത് ക്രിയേഷൻ നടക്കും. അപ്പൊ ഈ ഓരോ തവണയും നമ്മൾ ഇതിങ്ങനെ ആ വണ്ടി ഓടിച്ചിട്ട് നടക്കുന്ന ഒരാള് അങ്ങനെ നമ്മളെ കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് അത് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള വഴികളൊക്കെ നമ്മളുടെ അടുത്തേക്ക് വരും. അപ്പൊ എവറി ഡേ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഒരു നാലാമത്തെ കാര്യം എന്താണെന്നറിയാമോ? എക്സസൈസ് ആണ്. പലപ്പോഴും മനുഷ്യർക്ക് ഇപ്പോ എല്ലാത്തിനും സമയം കിട്ടാത്ത ഒരു രീതിയിലാണ് പോണേ. പക്ഷെ എങ്കിലും നമ്മളുടെ ഹെൽത്ത് നമ്മൾ നോക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? നമ്മുടെ ഹെൽത്താണ്. പക്ഷെ ഏറ്റവും മോശമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യം എന്താ? ഹെൽത്താണ്. കാര്യം കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ ഹെൽത്ത് നോക്കാമെന്ന് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഹെൽത്താണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം, ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് പയ്യെ പയ്യെ കൂട്ടിക്കൊണ്ടുവരിക. ഒരു 20 മിനിറ്റ് നമ്മൾ എവറി ഡേ ഒരു മൂവ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അത് നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കിവിടെ നടക്കാൻ പോകാം. 10,000 സ്റ്റെപ്സ് ആണ് ഞാൻ എവറി ഡേ കീപ്പപ്പ് ചെയ്യണത്. ഒരു 10,000 സ്റ്റെപ്പ് നടക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുറച്ച് നേരം ട്രെഡ്മില്ലിൽ ഓടും. അല്ലെങ്കിൽ എന്താ ചെയ്യുക, എവറി ഡേ കുറച്ച് ഓൾമോസ്റ്റ് കുറേ നല്ല ഇപ്പൊ നിങ്ങളിപ്പോൾ യൂട്യൂബൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി നല്ല രീതിയിലേക്കുള്ള പ്രാക്ടീസുകളുണ്ട്. അപ്പൊ അവരുടെ കൂടെ നിങ്ങൾക്ക് വേണേൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഈ ഒരു മൂവ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അത്ര അടിപൊളിയായിട്ട് എനർജറ്റിക് ആയിട്ട് ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എല്ലാ ദിവസവും ഈ മൂവ്മെന്റ് നിങ്ങൾ ചെയ്യുക. അത് എത്ര ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യണോ അപ്പോഴാണ് നമ്മൾക്ക് അത്രയും നല്ല റിസൾട്ട് വരുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് തുടങ്ങുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ആ കൺസിസ്റ്റൻസിയാണ് നമ്മളെ ഏറ്റവും മികച്ച ലെവലിലേക്ക് ആക്കുന്നത്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുക. ജങ്ക് ഫുഡിൽ നിന്ന് ശരിക്കും നമ്മൾ എന്ത് മനസ്സിലാക്കുക, എന്താണ് നമ്മളുടെ ശരീരത്തിന് നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ല രീതിയിലേക്കുള്ള ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സിലേക്ക് നമ്മൾ മൂവ് ഔട്ട് ചെയ്യാം. അപ്പൊ ഈ എക്സസൈസും ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലുക്കൊക്കെ മാറും. നമ്മൾ അടിപൊളിയാവുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യും. പിന്നെ അടുത്ത കാര്യം എന്താ? റീഡിംഗ് ആണ്. ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിംഗ് ആണ്. വായിക്കുമ്പോഴത്തേക്കുള്ളൊരു പ്രത്യേകത എന്താ? നമ്മുടെയൊക്കെ ലൈഫിൽ
ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ എൻ്റെ ലൈഫിനെ ഇത്ര അധികം ട്രാൻസ്ഫോം ചെയ്തത് റീഡിംഗ് ആണ്. കാര്യം എൻ്റെ ഡാഡി ഒരു നല്ല സോഷ്യൽ വർക്കറായിരുന്നു. അപ്പോൾ ഡാഡിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി.എൻ. പണിക്കർ സാറിൻ്റെ കൂടെ ലൈബ്രറികൾ ഒരു ക്രിയേറ്റ് ചെയ്യണ ഒരു ലെവലിലേക്കും ആണ് ഡാഡിയുടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ലൈബ്രറിയുടെ വർക്കിൽ ഡാഡി നിന്നപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ തന്നെ ഞങ്ങളെ പബ്ലിക് ലൈബ്രറി കൊണ്ടുപോയിട്ട്, ഞങ്ങൾ അവിടെ ഒരു ലൈബ്രറി ഒക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് വന്നിട്ട് ലൈഫ് മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ബുക്ക് മേടിക്കുക, വായിക്കുക, ഇഷ്ടംപോലെ ബുക്ക് വാങ്ങിത്തരിക, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രസംഗിക്കാനായിട്ട് പഠിപ്പിക്കുക, ഇങ്ങനെ പല പല കാര്യങ്ങൾ ഡാഡി ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഓരോ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ ഒരു കോച്ചായിട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കറായിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ ചെറുപ്പകാലത്തിൽ ഡാഡി തന്ന ആ ഒരു സ്കില്ലാണ്. അപ്പം ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ എഫേർട്ട്ലെസ് ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ എന്നെ സഹായിക്കുന്നത് ഈ ഒരു റീഡിംഗ് ആണ്. കാരണം ഒത്തിരി ബുക്കുകൾ വായിക്കുന്ന ഒരു ശീലം എൻ്റെ ലൈഫിൽ വന്നപ്പോൾ ഒത്തിരി അധികം മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ മിസ്റ്റേക്കിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശക്തി തന്നത് ബുക്കുകളാണ്. അപ്പോൾ അല്ലെങ്കിൽ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പരാജയം വരുമ്പോൾ തന്നെ നിർത്തി ഞാൻ വീട്ടിൽ പോയിരുന്നേനെ. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് പരാജയം എന്നൊക്കെ പറയുന്നത് ഏത് മനുഷ്യനും സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിനെ അത്ര കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീണ്ടും നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി തന്നെ എനിക്ക് തന്നത് ബുക്കാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഒരു ആദ്യം 2 പേജ് വായിക്കുന്ന ലെവലിൽ പോവുക, പയ്യെ പയ്യെ കൂട്ടിക്കൊണ്ടു പോകുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യുക. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഒരു കീപ്പപ്പ് ചെയ്യണമെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ശരിക്കും ഒരു 4 ബുക്ക് വായിക്കുക എന്നുള്ള ലെവലിലേക്കൊക്കെയാണ് ഞാനിപ്പോൾ നോക്കാറുള്ളത്. കഴിയുന്നതും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരാഴ്ചയിൽ ഒരു ബുക്ക് എന്നൊക്കെ പറഞ്ഞൊക്കെ പോയാൽ വളരെ നല്ല രീതിയിലേക്ക് ഒത്തിരി ബുക്കുകൾ വായിക്കാനായിട്ട് പറ്റും. കാര്യം ഏറ്റവും സമ്പത്ത് ഉള്ള ഏറ്റവും ബില്യനേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ വാച്ച് ചെയ്താൽ അവരൊക്കെ ശരിക്കും ഒരു വർഷത്തിൽ ഒരു 52 ബുക്കൊക്കെ വായിക്കും. അപ്പം അങ്ങനെയുള്ള ലെവലിലേക്ക് പയ്യെ പയ്യെ നിങ്ങൾക്ക് വളരാൻ പറ്റും. ആ ഒരു വളർച്ച നിങ്ങൾ വരുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങളുടെ ലൈഫിൽ മിസ്റ്റേക്കുകളില്ലാതെ മറ്റുള്ളവരുടെ മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ച് ഏറ്റവും മികച്ച ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കുവാണ് ഈ റീഡിങ് സഹായിക്കുക. ഇപ്പം ഏറ്റവും അവസാനത്തെ കാര്യം എന്താണെന്നറിയാമോ? ഏറ്റവും അവസാനത്തെ കാര്യം സ്ക്രിബിംഗ് ആണ്. അപ്പം എന്താണ് സ്ക്രിബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജേർണലിംഗ് ആണ്. പലപ്പോഴും നമ്മളുടെയൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എൻ്റെ ഇമോഷനെ എങ്ങനെ ഇപ്പോൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എനിക്കിപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യണോ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ജേർണലിംഗ് നമ്മളെ സഹായിക്കും. അപ്പം ഞാൻ എപ്പോഴും ചെയ്യണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി ഡേ ഒരു 15 മിനിറ്റ് ഞാൻ ജേർണലിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ മാറ്റിവെക്കും. അത് കൂടാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവറി ഡേ എനിക്കിപ്പോൾ ഉള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു പണി എന്ന് പറഞ്ഞാൽ ബുക്ക് എഴുത്താണ്. അപ്പം എല്ലാ ദിവസവും ഒരു 1 hour ഞാൻ ഓൾമോസ്റ്റ് എഴുത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാറുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾക്ക് ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജേർണലിംഗ് യൂസ് ചെയ്യാം. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം ഓൾമോസ്റ്റ് 5-5 ടെക്നിക്സ് ആവാം, 3-6-9 ആവാം, ഒത്തിരി ജേർണലിംഗ് ടെക്നിക്കുകളുണ്ട്. അപ്പം ഈ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ആവർത്തിച്ച് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ എഴുതുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അതൊരു ഓട്ടോമാറ്റിക് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ ഇത് ഈ ഒരു ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു മാഗ്നറ്റ് പോലെ എന്തും അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവർ നമ്മൾക്കുണ്ട്. പക്ഷെ ഈ ഒരു പവർ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾക്ക് എടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മളിൽ വർക്ക് ചെയ്യണം. ഒന്നും പുറത്തില്ല, എല്ലാം അകത്താണ്. അപ്പം നമ്മളുടെ ഒരു അകത്ത് നമ്മൾക്ക് നമ്മളെ ഒരു വിജയിയായിട്ട് കാണാനും ഓരോ ദിവസവും നമ്മളിൽ തന്നെ വർക്ക് ചെയ്യാനും നമ്മളുടെ ദുശീലങ്ങളെ മാറ്റിയിട്ട് നല്ല ശീലങ്ങളിലേക്ക് നമ്മൾ മൂവ് ഔട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ലൈഫിലുണ്ടല്ലോ പിടിച്ച കിട്ടാത്ത ലെവലിലേക്ക് സക്സസ് ഉള്ള ഒരാളായിട്ട് മാറാനായിട്ട് ഏതൊരാൾക്കും സഹായിക്കും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുക, ഏത് ബില്യനേഴ്സിനെ എടുത്താലും അവർക്കൊക്കെ ശക്തമായിട്ടുള്ളൊരു മോർണിംഗ് റുട്ടീൻ ഉണ്ടായിരുന്നു. അവർ രാവിലെ എണീക്കും, അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടിയിട്ട് അവരൊരു സമയം മാറ്റിവെക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ശീലം അവരവരുടെ ജീവിതത്തിൽ
തുടരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോയത് കൊണ്ടാണ് അവർക്കൊക്കെ ലൈഫിൽ മാസീവായിട്ടുള്ള സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നവുമില്ല. നിങ്ങളിപ്പോൾ ചിലപ്പോൾ സ്ക്രാച്ചിലായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പം നിങ്ങൾ വിചാരിക്കുന്ന ലെവലിലേക്കുള്ള സക്സസ്സോ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ആവണം എന്ന് ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഒരു ലക്ഷ്യം, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് എഴുതാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സേവേഴ്സ് റൂട്ടീൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മാസീവായിട്ട് പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ഒരാളാണെങ്കിൽ പോലും, ഏതൊരാൾക്കും ജീവിതത്തിൽ ഈ ഒരു റുട്ടീൻ കൊണ്ടുവന്നാൽ, ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ 10 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ള ആൾക്കാർ ഇപ്പം ഈ ഒരു റുട്ടീൻ്റെ ഭാഗമായിട്ട് ഞാൻ അവരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ലൈഫിലുണ്ടല്ലോ വന്നേക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസീവായിട്ടുള്ള മാറ്റം കൊണ്ട് നിൽക്കണേ. കാര്യം എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് ഈ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെയുള്ള ലെവലിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ അവരെ വിളിച്ചെണീപ്പിക്കും, ഗുഡ് മോർണിംഗ് ഇടും. അവരിങ്ങനെ ഈ ഒരു സിസ്റ്റം എല്ലാ ദിവസവും ആവർത്തിച്ച് ക്ലാസ്സുകൾ കാണും. അപ്പം ഇങ്ങനെ ഓരോ ദിവസവും അവർ ചെയ്യാൻ തുടങ്ങിയതോടെ അവരുടെ ലൈഫിലേക്ക് സക്സസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അവർ അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം നിങ്ങളും ഈ ഒരു റൊട്ടീൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നിങ്ങൾ ഓൾമോസ്റ്റ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ വരിക. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 മന്ത് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു 20-25 മണിക്കൂർ ക്ലാസ്സുകളാണ്. എവറി ഡേ ആയിട്ട് പോണത് കൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പഠിക്കാൻ പറ്റുമ്പോൾ പുതിയ നോളജ് നിങ്ങളിലേക്ക് കയറും. നിങ്ങളുടെ ഓൾമോസ്റ്റ് ഓരോ ദിവസവും പുതിയ നോളജ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും അറിയാതെ മാറാൻ പറ്റും. നിങ്ങൾ എത്ര അധികം പ്രശ്നത്തിലാണെങ്കിൽ പോലും ഈ ഒരു റുട്ടീൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ മാസീവായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ പറ്റും. അതെൻ്റെ ഒരു ഉറപ്പാണ്. കാരണം എൻ്റെ ജീവിതം മാറിയിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ മക്കളുടെ ജീവിതം മാറിയിട്ടുണ്ട്. ഒത്തിരി അധികം എൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള 10,000-കണക്കിന് ആൾക്കാരുടെ ജീവിതം മാറ്റാനായിട്ട് ഈ ഒരു ക്ലാസ്സിന് പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് എൻ്റെ കൂടെ വന്ന് പഠിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു പ്രാക്ടീസുകൾ ഇന്ന് തന്നെ ചെയ്യാൻ തുടങ്ങുക, നാളത്തേക്ക് വെക്കാതിരിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സേവേഴ്സ് റുട്ടീൻ നിങ്ങൾ തുടങ്ങാനും മറക്കരുത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണമെങ്കിൽ ഈ ഒരു കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സപ്പോർട്ട് കിട്ടിയിരിക്കും. താങ്ക് യു.